ശുഭ നായർ വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. എൻ്റെ ദൈവമേ, എനിക്ക് വാട്സപ്പ് നിറച്ച് കുറേ ആൾക്കാർ ശുഭേ നിനക്ക് ഞാൻ നല്ലത് തരും, അങ്ങനെയാ ഇങ്ങനെയാ, പിന്നെ എന്തിനാ നീ ഓയിലിൻ്റെ കാര്യം ഇങ്ങനെ മറ്റുള്ളവരുടെ ചാനലിൽ കൊണ്ട് അങ്ങ് പറയാമെന്ന് കരുതിയത്? ഓയിലിന് എന്നാ സെയിലില്ലേ? ഇത്രയും നല്ല ഓയിൽ ഇങ്ങനെ വല്ലവരുടെയും ചാനലിൽ കൊണ്ട് വല്ലവരെയും കൊണ്ട് പറയിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ ദൈവമേ, എനിക്ക് വന്ന മെസ്സേജുകൾ കണ്ട് എനിക്ക് ആ സങ്കടം അങ്ങ് മാറി. സത്യമായിട്ടും എനിക്കറിയായിരുന്നു നമ്മുടെ ഓയിലിന് അതിൻ്റെ ആവശ്യമില്ല, നമ്മുടെ ഓയിൽ. പിന്നെ ആ പറഞ്ഞ ആൾ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ സംരംഭങ്ങളോ എന്തെങ്കിലും സ്വയം മഹാലക്ഷ്മികൾ എന്ത് സംരംഭം ഉണ്ടെങ്കിലും പറഞ്ഞേക്കാനായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു മഹാലക്ഷ്മി ഒന്ന് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ രണ്ട് മൂന്നല്ല ഒരു 5-6 ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ശുഭ സബ്സ്ക്രൈബും കിട്ടും, അതുകൊണ്ട് മാത്രമാകട്ടെ ഇനി നമുക്ക് ആ വിഷയമേ വിട്ടേക്കാം. നമ്മുടെ ഓയിലിൻ്റെ ഗുണവും നമ്മുടെ ഓയിലിൻ്റെ സെയിലും എല്ലാം നമുക്കറിയാമല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ആ വിഷയമേ ഇനി വിട്ടേക്കാം കേട്ടോ. പിന്നെ എനിക്കൊരു സന്തോഷം, ഇത്രേ ആൾക്കാർ വന്ന് എനിക്ക് വാട്സപ്പിൽ, അപ്പോൾ ഞാൻ കമൻറ്റിൻ്റെ അടി കമൻറ്റ് ഇടണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ബാഡ് കമൻ്റ് ആണെങ്കിലും നല്ല കമൻ്റ് ആണെങ്കിലും ഇടണ്ടെന്ന് പറഞ്ഞായിരുന്നു. എങ്കിൽ പോലും അതിനകത്തും വന്നിട്ടുണ്ട് കുറേ നല്ല നല്ല കമൻസുകൾ. പിന്നെ എനിക്ക് പേഴ്സണലി എനിക്ക് കമൻ്റ് ഇട്ട എല്ലാവരോടും ഒരുപാട് താങ്ക്സ് കേട്ടോ. എനിക്ക് ഒത്തിരി ആൾക്കാർ എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നു. ശുഭേ, എല്ലാവരെയും കാണുന്ന പോലെ ആയിരിക്കില്ല, ഒരു പെണ്ണ് തന്നെയാണ് ഏറ്റവും വലിയ ശത്രു, അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ എനിക്ക് ഒരുപാട് ആൾക്കാർ പറഞ്ഞു മനസ്സിലാക്കി. എല്ലാവരോടും ഒരുപാട് താങ്ക്സ് കേട്ടോ. പിന്നെ അപ്പോൾ നമുക്ക് ആ വിഷയം എല്ലാം വിട്ടേക്കാം. ഇനി നമുക്ക് ആ വിഷയമേ സംസാരിക്കേണ്ട. ഒരു സങ്കടം വന്നു, അതിലുപരി എനിക്ക് ഒരുപാട് ആൾക്കാർ നല്ല കാര്യങ്ങൾ അറിവ് പറഞ്ഞു തന്നു. ഈ ഓയിലിനെ അങ്ങനെ ഒരു രീതി കാണാനുള്ളതല്ല ശുഭയെന്നും പറഞ്ഞു ഒരുപാട് ആൾക്കാർ എനിക്ക് പറഞ്ഞു തന്നു. അപ്പം നമുക്ക് പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ശുഭ എല്ലാ വീഡിയോസും തുടങ്ങുന്നതിന് മുമ്പായിട്ട് വാട്സപ്പ് ബുക്കിംഗ് നമ്പർ ഒന്ന് പറയണമെന്ന്. ഞാൻ പറയാം, 9656987843. ഇതാണ് എൻ്റെ നമ്പർ, ഓയിൽ ബുക്ക് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ കേട്ടോ. അപ്പം എല്ലാ വീഡിയോയും തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇതൊന്ന് പറയണമെന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞു, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചുണ്ടിനെ പറ്റിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. എനിക്ക് റെഗുലറായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ മുൻപും പല വീഡിയോയിലും ഇത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊരു ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോയ്ക്കകത്തൊക്കെ ചുണ്ടിൻ്റെ കളർ വർദ്ധിപ്പിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകിച്ചൊരു വീഡിയോ ചെയ്യേണ്ടതെന്ന് കരുതിയിരുന്നത്. പക്ഷേ എനിക്ക് ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ചേച്ചി പറഞ്ഞില്ലല്ലോ. പിന്നെ പിഗ്മെൻറ്റേഷൻ പോകാൻ ഒരു കൊച്ചി ചോദിച്ചിട്ടുണ്ട്. അതിനായിട്ട് ഇന്ന് ഉച്ച കഴിഞ്ഞ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അങ്ങ് പറഞ്ഞേക്കാമെന്ന് കരുതി. ആ കൊച്ചും ഈ ചുണ്ടിൻ്റെ കാര്യം പറയുന്ന കുട്ടികളും ഒക്കെ ഇന്നലെ ഒരുപാട് എന്നെ വഴക്ക് പറഞ്ഞു കേട്ടോ മറ്റേ കാര്യത്തിൽ. അപ്പോൾ അവർക്കായിട്ട് ഈ ഒരു വീഡിയോ ഇട്ടേക്കാമെന്ന് ഞാൻ കരുതി. നമ്മുടെ ചുണ്ട് കറുത്തു പോകുന്നതിനും ചുണ്ടയിലിങ്ങനെ മുരി പോലെ വര വരുന്നതൊക്കെ എന്തുകൊണ്ടാണെന്നറിയോ? ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇഷ്ടം പോലെ വെള്ളം കുടിക്കണം. വെള്ളം കൂടി നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ്. നമ്മുടെ ചുണ്ട് ഇങ്ങനെ മുരിഞ്ഞ് വരാതിരിക്കാനും വരകൾ വീഴാതിരിക്കാനും ചുണ്ടിൻ്റെ കളർ വർദ്ധിപ്പിക്കാനും ചുണ്ട് നല്ലൊരു സോഫ്റ്റ് ആവാനും എല്ലാം നമ്മൾ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക. അതാണ് ഫസ്റ്റ് ഒന്നാമത്തെ നമ്മുടെ ഉള്ളിലേക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യം. കുറേയേറെ വെള്ളം, നമ്മൾ ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക്കിൻ്റെ ഉപയോഗം. ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറില്ല കേട്ടോ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വലിയ ഫംഗ്ഷനൊക്കെ പോകുമ്പം നല്ല സിമ്പിളായിട്ടുള്ളതും വലിയ കളറൊന്നും ഇല്ലാത്തൊക്കെ യൂസ് ചെയ്യാറുണ്ട്. എങ്കിൽ പോലും എൻ്റെ ചുണ്ടിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അത് ഞാൻ എൻ്റെ ഒരു റൊട്ടീൻ കൊണ്ട് മാത്രമാണ് എൻ്റെ ചുണ്ട് ഇങ്ങനെ ഒരു വലിയ കറുപ്പില്ലാതെയും വലിയ ഡ്രൈനെസ് വരാതെയും ഒക്കെ ഞാൻ സൂക്ഷിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം കുറച്ച് പഞ്ചസാര, തേന്, ഇത് രണ്ടും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് റബ്ബ് ചെയ്യണം. ബാങ്ക് വിളിക്കുന്നു.
നല്ലതുപോലെ റബ്ബ് ചെയ്യണം. അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്കിന്നിലെ പോലെ തന്നെ നമ്മുടെ ചുണ്ടിലും ഡെഡ് സെൽസും ഡയറക്റ്റും ഒക്കെ ഉണ്ട്. അത് നമുക്ക് അറിയാൻ പാടില്ലായിട്ടാണ്. നമ്മുടെ ചുണ്ടിൽ ഈ ഡെഡ് സെൽസ് എല്ലാം കളഞ്ഞാലേ ഉള്ളൂ നല്ല സോഫ്റ്റായിട്ട് നല്ല ചുവന്നും ഒക്കെ ചുണ്ടിരിക്കത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ കുറച്ച് പഞ്ചസാര എടുത്തിട്ട് തേൻ ഒഴിക്കുക അതിലേക്ക്. അപ്പോൾ ആ വലിയ തരികളൊക്കെ അങ്ങ് ചെറിയ തരികളൊക്കെ ആയിക്കോളും. അപ്പോൾ അത് നന്നായിട്ട് കയ്യിലെടുത്തിട്ട് ഫസ്റ്റ് നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തിട്ട് കുറച്ചും കൂടി ഇങ്ങനെ എടുത്തിട്ട് വാ തുറന്ന് തേച്ച് കൊടുക്കുക. ഇങ്ങനെ തേച്ച് കൊടുക്കണം. ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് റൗണ്ട് മസാജ് ചെയ്യുക. ഇങ്ങനെ ഒരു 5 പ്രാവശ്യം റൗണ്ട് മസാജ് കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് ചെറിയ ഒരു ടവലെടുത്തിട്ട്, ഒരുപാട് കട്ടിയൊന്നുമില്ലാത്ത ഒരു ടവലെടുത്തിട്ട് നല്ലപോലെ ഇങ്ങനെ അങ്ങ് തുടച്ച് മാറ്റുക. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നിലെ പോലെ തന്നെ നമുക്കൊരു പായ്ക്ക് കൊടുക്കണ്ടേ. പായ്ക്കിനായിട്ട് നമുക്ക് കുറച്ച് നല്ല കസ്തൂരി മഞ്ഞൾ എടുക്കുക കേട്ടോ. കുറച്ച് കസ്തൂരി മഞ്ഞളും കുറച്ച് പാലും. ഏറ്റവും നല്ലതാണ് നമ്മുടെ ചുണ്ടിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പായ്ക്കാണ്. എല്ലാവരും ഇന്ന് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ചുണ്ടിന് വരുന്ന വ്യത്യാസം മനസ്സിലാകും. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ശകലം കസ്തൂരി മഞ്ഞളും ശകലം പാലും കൂടെ എടുത്തിട്ട് ഇങ്ങനെ വാ തുറന്ന് വേണം പായ്ക്കിട്ട് കൊടുക്കാൻ. ഇങ്ങനെ ഫുള്ള് നല്ല വൃത്തിയായിട്ട് പായ്ക്ക് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നോണം ഒരു 10 മിനിറ്റ് നേരം അങ്ങനെ വെച്ചിട്ട് അതിനെ ഡ്രൈ ആകുമ്പോൾ പാലുകൊണ്ട് തന്നെ ഇങ്ങനെ, അല്ലാതെ അതിങ്ങനെ ഇട്ടുകൊണ്ട് അമർത്തി തുടയ്ക്കല്. അപ്പോൾ ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. മഞ്ഞളും പാലും കൂടെ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കും. അതിനെ പാലയിലൊന്നും മുക്കിയിട്ട് വീണ്ടും ഒന്ന് നനച്ച് കൊടുത്തിട്ട് അതങ്ങ് തുടച്ച് മാറ്റിയാൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട. ചുണ്ടിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സംരക്ഷണമാണിത്. ആദ്യമേ സ്ക്രബ് ചെയ്യുക, പിന്നെ പായ്ക്കിട്ട് കൊടുക്കുക. ഇത് മാത്രം മതി, നിങ്ങൾക്ക് നന്നായിട്ട് ചുണ്ടിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. വേറെ ഒന്നും ചുണ്ടിന് ചെയ്യണ്ട. പിന്നെ നമ്മൾ ഇഷ്ടംപോലെ വെള്ളം കുടിക്കണം. ഈ മെഡിസിനൊക്കെ ഉള്ളിലോട്ട് കഴിക്കുന്നവർ ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും അങ്ങനെ തൈറോയിഡിനൊക്കെ നമ്മൾ ആഹാരത്തിന് മുമ്പല്ലേ ഗുളിക അപ്ലൈ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ചുണ്ട് വരെ കറുത്ത് ഒരു പരുവാകുമെന്നാണ് പറയുന്നത്. തൈറോയിഡ് ഉള്ളവരുടെ സ്കിന്നെല്ലാം ഇങ്ങനെ ഡ്രൈനസ് വരും, മുടിയെല്ലാം കൊഴിയും. പിന്നെ നമ്മൾ സംരക്ഷിക്കുന്ന പോലെ, നമ്മൾ നോക്കുന്ന പോലെ തൈറോയിഡുകാരുടെ സ്കിന്നും ചുണ്ടും ഒക്കെ ഇരിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ ദിവസവും എന്ന് പറഞ്ഞ പോലെ നമുക്കിത് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ദിവസം ചെയ്യുന്നില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കിക്കുക. അപ്പോൾ നമ്മുടെ ചുണ്ടിന് വരുന്ന മാറ്റം നമുക്ക് അറിയാൻ പറ്റും. ലിപ്സ്റ്റിക്ക് ഒന്നും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ചിലരുടെ ഒരു റൊട്ടീനാണ്. അവർക്ക് എന്നും എവിടെ പോയില്ലേലും പോയാലും ആ ലിപ്സ്റ്റിക് ഒന്ന് ചുണ്ടയിൽ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതല്ലേ. അങ്ങനെയുള്ളവരൊക്കെ നന്നായിട്ട് ചുണ്ട് സംരക്ഷിക്കണം കേട്ടോ. ചുണ്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ ചുണ്ടിനെ ഭംഗിയാക്കിയും മനോഹരമാക്കിയും കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ചോദിച്ചവർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. നല്ലൊരു റെമഡിയാണ് ഞാൻ പറഞ്ഞു തന്നത്. മക്കളെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് കുറച്ച് നല്ലൊരു ഫേഷ്യലുമായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പം എല്ലാവരും ഒരു 4 മണി ആകുമ്പോഴേക്കും അപ്ലോഡ് ആക്കാം കേട്ടോ. അതും ഈ പറഞ്ഞ പോലെ പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട് ഓയിൽ കൊണ്ടുപോയിട്ടില്ല. പിള്ളേർ ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേരാണ്. പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട് ഇങ്ങനെ ചേച്ചി പറഞ്ഞല്ലോ. പിന്നെ നമ്മുടെ വീഡിയോൻ്റെ അടിയും വന്ന് 2-3 പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും കൂടിയുള്ള നല്ലൊരു ഫേഷ്യലായിട്ടാണ് ഞാൻ ഉച്ച കഴിഞ്ഞ് 4 മണിയൊക്കെ ആകാറാകുമ്പോഴത്തേന് അപ്ലോഡ് ആക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ടാറ്റ, ബൈ.